അവരുടെ തന്നെ വീഡിയോ അവരുടെ മുമ്പിൽ തെളിവായിട്ട് നിൽക്കുന്നു. ഗുജറാത്തിലെ വരണാധികാരി ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. മറിച്ചൊരു തീരുമാനമെടുത്താൽ കോടതിയിലെത്തിയാൽ ഇലക്ഷൻ കമ്മീഷൻ പരിഹാസ്യമാവുക മാത്രമല്ല പ്രതിക്കൂട്ടിലാവുകയും ചെയ്യുമായിരുന്നു. ഗത്യന്തരമില്ലാത്ത ഒരു സാഹചര്യം ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ വന്നു എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതുകൊണ്ടുകൂടിയാണ്. അപ്പൊ രമേശ് പറഞ്ഞതിൽ പല അർത്ഥങ്ങളുണ്ട്. നാളെയും ഇത് തന്നെ പറയണം എന്നതൊന്ന് വേണു അടിവരയിട്ട് വെച്ചോളൂ. ശരി, അത് പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. രമേശ് മറുപടി പറയട്ടെ അടുത്ത ഊഴത്തിൽ. ശ്രീ CR നീലകണ്ഠൻ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ജനാധിപത്യം എന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന ഒരു സമനിലയാണ്. അതല്ലാതെ ഭരണപക്ഷത്താര് പ്രതിപക്ഷത്താര് എന്നതിനെ പറ്റിയുള്ള ഒരു ആശയക്കുഴപ്പം ഇരുഭാഗത്തു നിന്നും സൃഷ്ടിക്കലല്ല. പക്ഷെ ഇവിടെ അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. എന്നിട്ട് ഈ രണ്ടു ഭാഗത്തെയും മർദ്ദം സഹിക്കാതെ എന്തെങ്കിലും ഒരു യാദൃച്ഛികതയിൽ ഇലക്ഷൻ കമ്മീഷനെ പോലെ ഒരു ഭരണഘടനാ സംവിധാനം ദാ ഇവിടെ ഉണ്ട് ജനാധിപത്യം എന്ന് മണിക്കൂറുകൾ പരിശോധിച്ച് ഉത്തരവായി പുറപ്പെടുവിക്കേണ്ടി വരുന്ന ഒരു നിലയിലേക്ക് ഇതെത്തിച്ചത് ആരാണ്? രണ്ട്, ഈ പറയുന്ന 15 കോടിയിലും വീഴുന്ന ആളുകൾ, വീഴാത്ത ആളുകൾ എന്ന് സ്വന്തം ചേരിയെ ഈ രൂപത്തിൽ രണ്ടാക്കിയതിൽ ഒരു പ്രധാന പങ്കാളി അഹമ്മദ് പട്ടേൽ തന്നെയല്ലേ? അഹമ്മദ് പട്ടേൽ ഇതുവരെ പയറ്റി വന്ന ഗുജറാത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട നപുംസക രാഷ്ട്രീയമല്ലേ? അതിനിപ്പോൾ അഹമ്മദ് പട്ടേൽ ഇരയാകുമ്പോൾ ഏക വില്ലനായി അമിത്ഷായെ അഹമ്മദ് പട്ടേലിനെ ചൂണ്ടിക്കാട്ടാം. പക്ഷെ നാം അത് തൊടാതെ വിഴുങ്ങേണ്ടതുണ്ടോ? അല്ല, ഇവിടെ ജനാധിപത്യം വളരെ കൃത്യമായി അട്ടിമറിക്കപ്പെടുന്നു എന്ന് തന്നെയാണ്. ജനാധിപത്യത്തിൻ്റെ അർത്ഥം രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാട് വച്ച് ജനങ്ങളോട് വോട്ട് വാങ്ങി ആ നിലപാട് ഞാൻ നിയമസഭയിൽ പ്രതിനിധീകരിച്ചോളാം എന്നാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അർത്ഥം. ഇവിടെ കാലുമാറ്റ നിരോധന നിയമമുണ്ട്. അതിനെ എത്ര സമർത്ഥമായി മറികടന്നു നോക്കൂ. ഇതിൽ ഓരോരുത്തരും കാലുമാറ്റ നിരോധന നിയമം രണ്ട് വാക്കുകൾ ചർച്ച ചെയ്യപ്പെട്ടില്ല മാധ്യമങ്ങളിൽ. ഒന്ന് ഈ കാലുമാറ്റത്തെ പറ്റി, രണ്ട് കുതിരക്കച്ചവടം. ഈ രണ്ട് വാക്കുകളും ഉപയോഗിക്കുന്നില്ല. അവിടെ തന്നെയാണ് കാലുമാറ്റ നിയമം. കഴിഞ്ഞ 70 വർഷമായി ഇന്ത്യൻ സ്വതന്ത്ര ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ദുരുപയോഗം ചെയ്തതിൽ കോൺഗ്രസിന്, രാജേഷ് പറഞ്ഞ ശരിയാ, 10-50 വർഷം എടുത്തു കോൺഗ്രസ് മോശമാവാൻ. പക്ഷേ കോൺഗ്രസ് 50 വർഷം കൊണ്ട് ചെയ്തത് 5 വർഷം വേണ്ടി വന്നില്ല മോഡിക്ക് ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാശ്മീർ മുതൽ കേരളം വരെ നമ്മളെടുത്താൽ എന്തൊക്കെ തരത്തിലുള്ള കാലുമാറ്റം ഇപ്പോൾ തമിഴ്നാട്ടിൽ, കർണാടകയിൽ, എന്തിനാ ഇന്ത്യൻ പാർലമെൻറ്റിൽ ബാബുലാൽ പരസ്യമായി കാശ് മേടിച്ച് പാർലമെൻറ്റിൽ വോട്ട് ചെയ്യുക. ഇതിനൊരർത്ഥം ജനങ്ങളാണ് വഞ്ചിക്കപ്പെടുന്നത്. ജനാധിപത്യത്തിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പറഞ്ഞ പോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഭരണഘടനയുണ്ട്. ആ വി ദ പീപ്പിൾ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഉള്ളത് ജയിച്ചു പോയാൽ പിന്നെ അയാൾക്കാണ്. ഇവിടെ ഇനി റൈറ്റ് ടു റീകോൾ എന്നൊക്കെ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും പ്രസക്തിയുള്ളത്? കാരണം ഞങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു. കൈപ്പത്തി ചിഹ്നത്തിലോ താമര ചിഹ്നത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചിഹ്നത്തിലോ ഞാൻ വോട്ട് ചെയ്ത് പോയിട്ട് എനിക്കവിടെ ചെന്നാൽ താമരക്കാരൻ കൈപ്പത്തിയോ കൈപ്പത്തി താമരയോ ആവുന്നു. പ്രത്യയശാസ്ത്രപരമായോ ധാർമ്മികമായോ നിയമപരമായോ എനിക്കൊരു ബാധ്യതയില്ല. താമര കൂടുതൽ കാശ് തന്നാൽ ഞാൻ അങ്ങോട്ട് പോകും, കൈപ്പത്തി കൂടുതൽ കാശ് തന്നാൽ ഞാൻ അങ്ങോട്ട് പോകും എന്ന അർത്ഥത്തിലേക്ക് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു. ഇവിടെ ജനാധിപത്യത്തിൻ്റെ തത്വം, സ്ഥാപനങ്ങളിലൊക്കെ ഒരു പ്രശ്നമുണ്ട്. എല്ലാ ജനാധിപത്യ സ്ഥാപനവും എപ്പോഴെങ്കിലുമൊക്കെ ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ തെമ്മാടിത്തരം ചെയ്തിട്ടുണ്ട്. കോടതികൾ പോലും പലപ്പോഴും നീതി നൽകാതിരുന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ശോഷിപ്പിക്കുന്നതിൽ ഈ കഴിഞ്ഞ 60 വർഷത്തെ അല്ലെങ്കിൽ 70 വർഷത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഈ പങ്കാളികൾക്കൊക്കെ ഇപ്പോൾ 2 പേർക്കും അതിൽ പങ്കുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ 15 കോടി, ഇപ്പോൾ രമേശൊക്കെ വളരെ സൗഹൃദമായിട്ടാണ് പറഞ്ഞത്. മുമ്പ് കേശുഭായ് പട്ടേലിനെ മാറ്റുമ്പോൾ, ശങ്കർ സിംഗ് വഘേല മാറുമ്പോൾ BJPയുടെ നിലപാടെന്തായിരുന്നു? നമ്മൾ ചോദിക്കണ്ടേ? അപ്പോൾ BJPക്ക് എതിരെ നിലപാടായിരുന്നു, കോൺഗ്രസിന് വേറെ നിലപാടാണ്. ഇത് സിനിമയിൽ നായകനും വില്ലനും മാറി വരുന്ന പോലെയാണ്. നായകൻ ആയാൾ പറയുന്ന ഡയലോഗ് അടുത്തവണ വില്ലനായി വരുന്ന ആൾ പറയും. ഈ ഒരു കളി ജനാധിപത്യത്തെ 15 കോടിയിലേക്കും 10 കോടിയിലേക്കും കൊടുക്കുന്നു. ഇനി ജനങ്ങൾ എങ്ങനെയാണ് ഈ ആളുകൾക്ക് വോട്ട് ചെയ്യുക? എന്തു പറഞ്ഞിട്ട് വോട്ട് ചെയ്യണ്ടേ? ഇത് കേരളം അല്ല താങ്കൾ ഈ സൂചിപ്പിക്കുന്ന സംസ്ഥാനം. ഗുജറാത്തിൽ ഇതൊക്കെ സാധ്യമാകും. ഇവർക്ക് തന്നെ വീണ്ടും പോകാൻ കഴിയും. ഈ പണം വാങ്ങി ഇനി അത് കൈയോടെ പിടികൂടപ്പെട്ടാൽ, അവർ അയോഗ്യരാക്കപ്പെട്ടാൽ അവരുടെ ഭാര്യ അല്ലെങ്കിൽ മക്കൾ ആരെങ്കിലും വരും. ഇങ്ങനെ വളരെ വ്യവസ്ഥാപിതമാണ് അവിടെ രാഷ്ട്രീയം. അവിടെ തന്നെയാണ് ജനാധിപത്യം നിർമൂല്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, ഡീവാല്യൂ ചെയ്യപ്പെട്ടിരിക്കുന്നു. അവിടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ചോയ്സ് ഇല്ല. അങ്ങനെ ചോയ്സ് ഇല്ലാതെ ഇത് പറഞ്ഞാൽ, ഇങ്ങനെ കാല് മാറിയവനാണെങ്കിൽ നാളെ നിങ്ങളെ ജയിപ്പിക്കില്ല എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ ഒരു ജനകീയമായത് വന്നില്ലെങ്കിൽ ഇത് 15 കോടി. ഇപ്പോൾ
ഇപ്പോൾ പറഞ്ഞില്ലേ 44 ആൾ പോയി. ആ 44 ആളിൽ 2 പേര് മാറി വോട്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടണേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ കൊടുക്കുന്നേക്കാൾ കൂടുതൽ കാശ് ശിവകുമാർ കൊടുക്കുന്നേക്കാൾ കൂടുതൽ കാശ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇനി അഹമ്മദ് പട്ടേലിൻ്റെ കാര്യത്തിൽ വന്നാൽ ഈ കളിയുടെ മുഴുവൻ ആശാനം എല്ലാ കാലത്തും അഹമ്മദ് പട്ടേലായിരുന്നു. ഗുജറാത്തിലെ കളിക്ക് മാത്രമല്ല, ഇപ്പോൾ പ്രസിഡന്റിനെയും ഗവർണറെയും ഒക്കെ ഉപയോഗിച്ച് എത്ര സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് അതിൻ്റെ റിസീവിങ് എൻഡിലാണ്. എന്താ ഗോവയിലും മണിപ്പൂരിലും അരുണാചൽ പ്രദേശിലും കോൺഗ്രസ് റിസീവിംഗ് ഉത്തരാഖണ്ഡിൽ ഒരു കോടതി വിധി വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ആ അർത്ഥത്തിൽ കാശ്മീരിൽ നാഷണൽ കോൺഫറൻസിനെ വിഭജിച്ച് കാശ്മീരിൽ ഇന്നുള്ള പ്രശ്നങ്ങളുടെ മുഴുവൻ അടിസ്ഥാനം കോൺഗ്രസ്സാണ്. കാരണം നാഷണൽ കോൺഗ്രസിനെ വിഭജിച്ച് ഒരാളെ അയാളുടെ അളിയനെ മുഖ്യമന്ത്രിയാക്കിയൊക്കെ കൊടുത്ത് ചെയ്തിട്ടുള്ള പാർട്ടി തന്നെയില്ല. ആ അർത്ഥത്തിൽ ജനാധിപത്യം അവിടെ ഇതിൽ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ലാതെ വരികയും ആരെങ്കിലും ജയിക്കട്ടെ എന്ന രൂപത്തിലേക്ക് നിസ്സംഗമായൊരു സമൂഹമായി ഇന്ത്യൻ സമൂഹത്തെ മാറ്റുന്നു ഇവർ. അവിടെയാണ് എൻ്റെ ഭയം. ശരി, ശ്രീ MT രമേശ്, ആദ്യം ശ്രീ MP രാജേഷ് ചൂണ്ടിക്കാട്ടിയ പരമപ്രധാനമായ കാര്യം, ഞങ്ങളാരും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഒരാശങ്കയും വെച്ച് പുലർത്തേണ്ടതില്ല എന്നാണോ? അല്ല വേണു, അത് വളരെ സ്പെസിഫിക് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇന്നലെ ഇത് സംബന്ധിച്ച് ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഓരോ അംഗത്തിൻ്റെയും ജാതകവും അവരെവിടെ നിന്ന് വരുന്നു, അവരുടെ കേഡർ ഏതാണ്, അവരുടെ പിന്നെ രാഷ്ട്രീയ പാരമ്പര്യം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനം വരുന്നവരെ കാത്തിരുന്നുകൂടെ? അദ്ദേഹത്തിന് കാത്തിരിക്കാൻ നേരമില്ല. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസമില്ല, ഞങ്ങൾക്ക് കോടതിയിൽ വിശ്വാസമില്ല, ഞങ്ങൾക്ക് മാധ്യമങ്ങളെ വിശ്വാസമില്ല, ഞങ്ങൾക്ക് ഗവർണർമാരെ വിശ്വാസമില്ല, ഞങ്ങൾക്ക് ആരെയും വിശ്വാസമില്ല, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസമില്ല എന്ന് വളരെ പ്രമുഖനായ ഒരു കോൺഗ്രസിൻ്റെ നേതാവ്, ഒരു പാർലമെൻറ്റ് അംഗം ഇന്നലെ എൻ്റെ കൂടെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞതാ. അദ്ദേഹം ഇന്ന് നിലപാട് മാറ്റിയിട്ടുണ്ടാവുമല്ലോ, കോൺഗ്രസ് നിലപാട് മാറ്റിയിട്ടുണ്ടാവുമല്ലോ. ഒന്ന്, പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJPയുടെ മന്ത്രിമാർ സന്ദർശിച്ചതിനെക്കുറിച്ചാണ് രണ്ടാമത്തെ പരാതി. ഞാൻ ചോദിക്കട്ടെ, P. ചിദംബരത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് അവരുടെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കണമോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ വാദമുഖങ്ങൾ അവതരിപ്പിക്കണ്ടേ? ഞങ്ങളുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഞങ്ങളും പോയിട്ടുണ്ട്, വാദമുഖങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ കടമയാണ്, ധർമ്മമാണ്, ഞങ്ങളുടെ നിലപാട് സ്വീകരിക്കണം. എന്തോ ആരായാലും എന്താ, ഏതു മന്ത്രിയായാലും നിയമമന്ത്രിക്ക് കീഴിലല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഈ രാജ്യത്ത് BJP നേതാക്കന്മാർ മന്ത്രിമാരായിപ്പോയി എന്നുള്ളതുകൊണ്ട് അവർക്ക് BJP നേതാക്കന്മാരല്ലാതാവുന്നില്ലല്ലോ. അതുകൊണ്ട് അവർ പോയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല. ഈ രാജ്യത്ത് പല സന്ദർഭങ്ങളിലായിട്ട് അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ ഈ സർക്കാരിലെ പലർക്കുമെതിരായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച നടപടി നമുക്കെല്ലാവർക്കും അറിയാം. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഇന്നലെ കോൺഗ്രസ് നേതാവിനോട് പറഞ്ഞ് നിങ്ങൾ കാത്തിരിക്കണം. പക്ഷേ അദ്ദേഹത്തിന് നേരമുണ്ടായിരുന്നില്ല. ഇനി അദ്ദേഹം മാറ്റി പറയുമല്ലോ. രണ്ടാമത്തെ കാര്യം, ഇവിടെ BJP ഈ തരത്തിൽ രാഷ്ട്രീയ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുമ്പോൾ അതൊക്കെ അധാർമികതയാണ്. ഞാൻ ചോദിക്കട്ടെ വേണു, കേരളത്തിലെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 1-2 സീറ്റിൻ്റെ ഭൂരിപക്ഷം മാത്രമുള്ള സന്ദർഭത്തിൽ നെയ്യാറ്റിങ്കര MLA രാജിവെപ്പിച്ച് കോൺഗ്രസിൽ ചേർത്ത് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടാക്കി വീണ്ടും ശെൽവരാജിനെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് UDF MLA ആക്കിയത് ഏത് ജനാധിപത്യമാണ്? അതെന്താ ചർച്ച ചെയ്യാത്തത്? കേരളത്തിൽ ഇതൊന്നും സംഭവിക്കില്ല എന്നല്ലേ? കേരളത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തേടുകയാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ജനാധിപത്യത്തിന്റെ മൂല്യമാണ് അയാൾ പ്രതിനിധീകരിക്കുന്നത്. ഗുജറാത്തിലെ 6 MLA ഒരു പാർട്ടിയിലും ചേരാത്ത 6 MLA രാജിവെച്ചു. അതെ. രണ്ടാമത് ശങ്കർ സിംഗ് വഗേലയുടെ കൂടെയുള്ള MLA അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹം BJPയിൽ ചേർന്നിട്ടില്ല. ഈ 6 MLA BJPയോട് അസോസിയേറ്റ് ചെയ്യുന്നത് രാജിവെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കി ശങ്കർ സിംഗ് വഗേലെ കൂടെ അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്ന പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്ന്. ഒരു പാർട്ടി പറഞ്ഞ് വേറൊരു പാർട്ടി ഉണ്ടാക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണോ? അതെങ്ങനെ ജനാധിപത്യ വിരുദ്ധമാണോ? ശ്രീ MT രമേശ്, അവിടെ ശങ്കർ സിംഗ് അല്ലല്ല, അവിടെയാണ് ഞാൻ ഈ പറയുന്നത്. നിയമസഭയുടെ ഘടനയെ നിങ്ങൾ ആസൂത്രിതമായി മാറ്റുകയായിരുന്നു. ആദ്യം 3 പേർ അവിടെ നിന്ന് വിട്ടുവരുന്നു, അടുത്ത ദിവസം വീണ്ടും 3 പേർ വിട്ടുവരുന്നു. ശരിയാണ് താങ്കൾ പറയുന്നത് പോലെ 6 പേർ രാജിവെക്കുന്നു. ഇതെല്ലാം ഒരു പദ്ധതി പ്രകാരമാണ്. ഗുജറാത്തിലെ കളികളെപ്പറ്റി താങ്കൾ തന്നെ ഉദാഹരിച്ചല്ലോ. നിങ്ങൾ ചെയ്യുമ്പോഴും ഉണ്ട് സാർ ഈ കളികൾ. ആ കളിയുടെ ഭാഗമായി ഞങ്ങൾക്കിതിനെ കാണാൻ കഴിയൂ. കാരണം ഇപ്പോൾ 6 പേർ രാജിവെച്ചു എന്ന് പറയുന്നത് പോലെ തന്ത്രപരമായൊരു സമീപനമാണ് ഈ ശങ്കർ സിംഗ് വഗേലയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം കോൺഗ്രസ് വിടുന്നു എന്ന് പറയുന്നു. അദ്ദേഹം മറ്റൊരു കാര്യം എന്താണ് ചെയ്തത്?
അദ്ദേഹം രാജിക്കത്ത് കൊടുത്തു പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന്. പക്ഷേ MLA സ്ഥാനം നിലനിർത്തുകയാണ്. അങ്ങനെ MLA സ്ഥാനം നിലനിർത്തുന്നത് വകയില വെറുതെയല്ല, അത് വിലപേശലിൻ്റെ ഭാഗമായാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് രാജ്യസഭാ സീറ്റ് വെച്ചുകൊണ്ട് വിലപേശുകയായിരുന്നു വകേല. അതുകൊണ്ടാണല്ലോ വകേലയുടെ കൂട്ടത്തിലുള്ള ഒരാൾ, കോൺഗ്രസിന്റെ ചീഫ് വിപ്പായിരുന്നയാൾ നിങ്ങളുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായത്. അപ്പോൾ ഇതൊക്കെ കളിയുടെ ഭാഗം തന്നെയാണ്. ആ കളിയിൽ വകേലയുടെ റോളും കളിച്ചു. ഞാൻ ചോദിക്കട്ടെ വേണു, ഇതിപ്പോ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായ സംഭവമല്ലല്ലോ. അവിടെ സുപ്രഭാതവും സായാഹ്നവുമൊന്നുമില്ല. അവിടെ സുപ്രഭാതവും സായാഹ്നവുമൊന്നുമില്ല. ശ്രീ MD രമേശ്, ഗുജറാത്തിൽ ഇത്തരം ഒരുമിച്ചുള്ള കളിയായിരുന്നു സമ്മതിച്ചാൽ മതി. ഗുജറാത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു. അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞങ്ങളുടെ BJP പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം സാധ്യതകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. നിങ്ങൾ ഇല്ലാതാക്കുന്നത് പ്രതിപക്ഷത്തെയാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ട്, അത് അംഗീകരിക്കാം. പക്ഷെ പ്രതിപക്ഷമുക്തമായ ഭാരതം എന്നതിലേക്ക് പോകുന്നത് രാഷ്ട്രീയമല്ല. രാഷ്ട്രീയമുള്ളവരെ കൂടി അരാഷ്ട്രീയമാക്കുകയാണ്, അരാഷ്ട്രീയവൽക്കരിക്കുകയാണ്. അവിടെയാണ് ശ്രീ MB രാജേഷ് പറയുന്ന ഓരോരോ സംവിധാനങ്ങളെ നിങ്ങൾ അതിനു വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത്, അന്വേഷണ ഏജൻസികളെ അടക്കം. അവിടെയാണ് ഒരു അപായമണിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിൽക്കുന്നത്. സ്വന്തം സുതാര്യത ഓരോ ഘട്ടത്തിലും സ്വന്തം വിശ്വാസ്യത ഊട്ടിയുറപ്പിക്കേണ്ട ഒരു സംവിധാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുന്നുവെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മഹാത്മ്യമല്ല ശ്രീ MD രമേശ്, നിങ്ങൾ എത്തിച്ചിരിക്കുന്ന പതനമാണ്. ഞങ്ങൾ എത്തിച്ച പതനമല്ല വേണു. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ട് ജയറാം രമേശ് പറഞ്ഞ പോലെ അസ്തിത്വ ദുഃഖം പേറി നടക്കുന്ന കോൺഗ്രസിന് ഈ രാജ്യത്തിലെ അതൊരു മനോരോഗമാണ്. ജയറാം രമേശ് പറയുന്നത് മുഖവിലേക്കെടുക്കുമെങ്കിൽ ഗോവിന്ദാചാര്യ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ രമേശ് മുഖവിലേക്കെടുക്കുമോ? എല്ലാറ്റിനും അവിശ്വാസമായിരിക്കും. എന്തോ BJPയെ പറ്റി ഗോവിന്ദാചാര്യ ഓരോരോ ഘട്ടങ്ങളിൽ പറയുന്നത്, അരുൺ ഷൂരി ഓരോരോ ഘട്ടങ്ങളിൽ പറയുന്നത് തിരിച്ചു വെച്ചാൽ രമേശ് മുഖവിലേക്ക് എടുക്കുമോ? ജയറാം രമേശ് പറഞ്ഞത് ഞാനും മുഖവിലേക്ക് എടുക്കാം. അല്ല, ഞാൻ പറഞ്ഞുതരാം. ഗോവിന്ദാചാര്യയും അരുൺ ഷൂറിയും BJPയുടെ ഭാഗമല്ല. BJPയുടെ ഭാഗമല്ലാതെ BJPയിൽ നിന്ന് വെളിയിൽ പോയവർ BJPയെ കുറിച്ച് നല്ലത് പറയുമോ? മോശമല്ലാതെ? അത് സ്വാഭാവികമല്ല. അതിലെന്താ അർത്ഥം? അത് ആ അർത്ഥത്തിൽ മാത്രം നിങ്ങളിപ്പോൾ ഞങ്ങളത്രേ പരിഗണിക്കുന്നുള്ളൂ. പിന്നെ ഒരു BJPയിൽ നിന്ന് പുറത്തുപോയ ഒരാൾ പറയുന്നതിന് നിങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാക്കാം, അത് നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങൾ പ്രാധാന്യം കൊടുത്തുള്ളൂ. ഞങ്ങൾക്ക് അത്രയേ പ്രാധാന്യമുള്ളൂ. അവരേത് സാഹചര്യത്തിൽ പോയി BJPയുടെ ഭാഗമല്ലാത്ത ആളുകളാണ്. BJPയുടെ ഭാഗമല്ലാത്ത ആളുകൾ BJPയെ കുറിച്ച് ഒരിക്കലും നല്ലത് പറയാൻ സാധ്യതയില്ല. കാരണം അവർക്ക് BJPയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളവരാണ്. എന്തടിസ്ഥാന ഏത് സാഹചര്യത്തിലാണ് പുറത്തുപോയത് അവർക്കും അറിയാം, ഞങ്ങൾക്കും ചോദ്യം ശ്രീ രമേശ്, 2 ദശാബ്ദമായി നിങ്ങൾ അവിടെ ഭരിക്കുന്നു. നിങ്ങൾക്ക് എന്തിനീ അരക്ഷിതാവസ്ഥ വരണം? മൂന്നാമത്തെ ഒരു സീറ്റിനെ കൂടെ കൈവയ്ക്കുക, വിഴുങ്ങുക എന്ന ഈ പറയുന്ന താല്പര്യം, അതിനുവേണ്ടി എല്ലാ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്യുന്ന ഒരു നിലപാട്, അതെന്തിനു സ്വീകരിക്കണം? ഇപ്പോൾ ഒരു വിമത ശബ്ദം ഉണ്ടാകുന്നുവെങ്കിൽ അതങ്ങനെ തന്നെ കോൺഗ്രസിനെ ബുദ്ധിമുട്ടിക്കട്ടെ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തുക, രാഷ്ട്രീയമായി നേരിടുക. ഇത്ര കുഴപ്പം പിടിച്ച സ്ഥലമാണ് ഈ കോൺഗ്രസ് എന്ന് അവരുടെ അന്തഛിദ്രങ്ങൾ ജനങ്ങളോട് തന്നെ പറയുക. അധികമൊന്നും കാത്തിരിക്കേണ്ടല്ലോ, ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് വരികയല്ലേ. നല്ല രാഷ്ട്രീയ മൂല്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജനവിധിയിലേക്ക് പോവുക. നിങ്ങളത് ചെയ്യുന്നില്ല. കാരണം ഗുജറാത്തിൽ ആ രൂപത്തിലാണ് ജനാധിപത്യം രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ജനങ്ങളോട് ബാധ്യതപ്പെടാത്ത ഒരു ജനാധിപത്യത്തെ നിങ്ങൾ ഗുജറാത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. അതിന്റെ ദേശീയ മാതൃകയുടെ പണിപ്പുരയിലാണിപ്പോൾ താങ്കളുടെ പ്രധാനമന്ത്രി. നിങ്ങളുടെ വേണു അത് നിങ്ങളുടെ വിവക്ഷയാണ്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെയാവണം എല്ലാവർക്കും ഒന്നുമില്ലല്ലോ. ജനാധിപത്യം എന്ന് പറയുന്നത്, ജനാധിപത്യത്തെക്കുറിച്ച് ഞങ്ങൾക്കും സങ്കല്പമുണ്ട്. ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ ജനങ്ങളെ അഭിമുഖീകരിച്ച് തന്നെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നിട്ടുള്ള ആളുകളാണ്. ഒരു രാജ്യത്തോ സംസ്ഥാനത്തോ പ്രതിപക്ഷം വേണോ എന്ന് തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളാണ്. പ്രതിപക്ഷം വേണമെന്ന് തന്നെയാണ് BJPയുടെ അഭിപ്രായം. പ്രതിപക്ഷം ഉണ്ടാവണം. പക്ഷേ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാടുകൾ കൊണ്ട് ആ പാർട്ടിക്കകത്ത് ആളുകൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അവർ കലാപമുയർത്തിയത് കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരായിട്ടാണ്, കോൺഗ്രസിന്റെ നിലപാടുകൾക്കെതിരായിട്ടാണ്. അപ്പോൾ കോൺഗ്രസിന്റെ, ഞാൻ ചോദിക്കട്ടെ, നാളെ BJPയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ നരേന്ദ്രമോദിക്കെതിരായിട്ട് കലാപക്കൊടി ഉയർത്തിയാൽ കോൺഗ്രസ് എന്താ കയ്യും കെട്ടി നോക്കി നിൽക്കും? വഗേലയുടെ കലാപക്കൊടിക്ക് പിന്നിൽ അഹമ്മദ് പട്ടേൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഗുജറാത്തിൽ BJP ഏതെങ്കിലും തരത്തിൽ അന്തഛിദ്രങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ അഹമ്മദ് പട്ടേലിന്റെ ബുദ്ധി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ രാജേഷ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ, നിങ്ങൾ ഒരേ നാണയത്തിന്റെ ഇരുപുറവുമാണ്.
നിങ്ങൾ 50 കൊല്ലം കൊണ്ട് ചെയ്തത് 5 കൊല്ലം അതിവേഗത്തിൽ BJP ചെയ്തു എന്നേ ഉള്ളൂ. ശ്രീ CR നീലകണ്ഠൻ ചൂണ്ടിക്കാട്ടിയതുപോലെ നിങ്ങൾ ഇപ്പോൾ റിസീവിംഗ് എൻഡിലാണ്. അത് നിങ്ങളെ ജനാധിപത്യത്തിന്റെ അവകാശവാദികളാക്കുന്നില്ല. അല്ല, ഞാൻ ശ്രീ രാജേഷിൻ്റെ വാദഗതികൾ കേൾക്കുകയായിരുന്നു ആദ്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസ് MLA-മാർ മാത്രമാണ് BJP-യിലേക്ക് പോകുന്നത് എന്നൊരു വിവക്ഷ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ത്രിപുരയിലെ മുൻ സ്പീക്കർ ജിതേന്ദ്ര സർക്കാർ CPM നേതാവ് BJP-യിലേക്ക് ചേർന്നത്. അതുപോലെ തന്നെ CPM ഇടയ്ക്ക് പുറത്താക്കിയിരുന്ന മറ്റൊരു ട്രൈബൽ നേതാവ്, അതായത് ജോയ് കൃഷ്ണ ജമാദിയ, ഈ രണ്ടാളുകൾ കഴിഞ്ഞ ദിവസമാണ് CPM-ൻ്റെ കേഡറിൽ നിന്നും BJP-യിലേക്ക് ചേർന്നത്. അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസ്സുകാർ മാത്രമാണ് അങ്ങോട്ട് പോകുന്നത് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്നതല്ല. കോൺഗ്രസിനെതിരെ ശരിയാണ്, മുൻകാലങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് ഏറ്റവും സർവശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമയത്ത് കോൺഗ്രസിനെതിരെയും ഇത്തരം ആരോപണങ്ങൾ ഉയർത്തപ്പെട്ടിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും നമുക്ക് വസ്തുനിഷ്ഠമായി പരിശോധിച്ചാൽ ഇത്ര സമഗ്രമായ രീതി നമുക്കറിയാം. ഇത് ഇവിടെ ഇന്ന് തുടങ്ങിയത് മാത്രമല്ല, മുൻപ് കർണാടകയിൽ യെദ്യൂരപ്പ ആദ്യമായി BJP ഗവൺമെൻറ് അധികാരത്തിലെത്തിയപ്പോൾ ഈ ഓപ്പറേഷൻ ലോട്ടസ് എന്ന പേരിൽ ഈ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരുന്നതാണ്. കോൺഗ്രസ് MLA-മാരെ, അത് ജനാർദ്ദൻ റെഡ്ഡി ആയിരുന്നു അതിൻ്റെ പിന്നിലെ പണച്ചാക്ക്. ജനാർദ്ദൻ റെഡ്ഡിയെ ഉപയോഗിച്ചുകൊണ്ട് റെഡ്ഡി ബ്രദേഴ്സിനെ ഉപയോഗിച്ച് പണം കൊടുത്ത് MLA-മാരെ കൊണ്ടുവന്ന് അവിടെ രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പ് നടത്തുക. ഓപ്പറേഷൻ ലോട്ടസ് എന്നായിരുന്നു അന്ന് ഇതിനെ അവർ പേരിട്ടിരുന്നത്. പക്ഷേ പിൽക്കാലത്ത് ആ ഓപ്പറേഷൻ ലോട്ടസിൻ്റെ മുഴുവൻ പ്രയോക്താക്കളോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേറ്റേഴ്സ് മുഴുവൻ അവരെല്ലാം അപ്രസക്തമായിപ്പോയി. അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു മഹത്വം. അപ്പം ഞാൻ പറഞ്ഞത് ഇത് മാത്രമാണ്, കോൺഗ്രസ് ഒരിക്കലും ഈ ഒരു രീതിയിലുള്ള ഒരു ജനാധിപത്യത്തെ എന്നേക്കുമായി ധ്വംസനം നടത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലൊന്നും പോയിട്ടില്ല. കോൺഗ്രസ് ചില വിഭജനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ശങ്കർ സിംഗ് വഗേല ഉയർത്തിയ കലാപത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളത് അംഗീകരിക്കുന്നു. അതൊരു കൃത്യമായ ഒരു വിഭാഗത്തെ രാഷ്ട്രീയ പിന്തുണ കൊടുത്ത് അല്ലെങ്കിൽ ശങ്കർ സിംഗ് വഗേലെ തന്നെ മുഖ്യമന്ത്രിയാക്കി നടത്തിയ ഏർപ്പാടുകളാണ്. അതല്ലാതെ പിന്നെ പണം കൊടുക്കുകയും ആ പണം കിട്ടിയെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ പണത്തിൻ്റെ പ്രയോജനം കിട്ടിയെന്ന് ബോധ്യപ്പെടുത്താൻ ബാലറ്റ് പേപ്പർ ഉയർത്തി കാണിക്കുന്നൊരു ഏർപ്പാട്, അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആദ്യത്തെ സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പോലും ആ അങ്ങനെയാണെങ്കിൽ ശെൽവരാജിന് നിങ്ങൾ എത്ര കോടി കൊടുത്തു? ഉമ്മൻചാണ്ടിയോട് ചോദിക്കണം, എത്ര കോടി കൊടുത്തു ശെൽവരാജിന്? രാജിവെച്ചില്ലേ? വിളിച്ചു പറയാമെന്ന രീതി അവിടെയും രാജിവെച്ചിട്ടുണ്ടല്ലോ. രാജിവെച്ചതല്ലോ, രസീത് കാണിക്കല്ലേ, നിങ്ങളുടെ പാർട്ടി വളർന്നുപോയി സർ. നിങ്ങളുടെ പാർട്ടി വളർന്നുപോയി. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളെ പാർട്ടി വളർന്നാൽ? ശരി രമേശ്, ഞാൻ ഇടവേളയിലേക്ക് പോകാൻ. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഗുജറാത്തിലെ കോൺഗ്രസിന്റെ ഗതികേട് അഹമ്മദ് പട്ടേലിന്റെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കൊണ്ടോ? ഇടവേളയ്ക്ക് ശേഷം.